രണ്ടുപേർ തമ്മിൽ സംസാരിക്കുന്നത് അത്ര വലിയ ക്രിമിനൽ കുറ്റമൊന്നും അല്ലല്ലോ. അത്രയും ഉണ്ടായിട്ടുള്ളൂ. എനിക്കറിയാം, പണ്ട് നിങ്ങളായിരുന്നല്ലോ അവർക്കിടയിലെ ഹംസം. നാണുണ്ട് സ്ത്രീ നിങ്ങൾക്ക്. ലേഖി, ഞാൻ ചെയ്തത് തെറ്റാണെന്ന് ഇപ്പോഴും ഞാൻ കരുതുന്നില്ല. പിന്നെ സ്വന്തം ഭർത്താവിനെ സൂക്ഷിക്കേണ്ട ചുമതല ലേഖയ്ക്ക, അല്ലാതെ മറ്റുള്ളവർക്കല്ല. പിന്നെ ലേഖ ഒരു കാര്യം മനസ്സിലാക്കണം, അവരുടെ രണ്ടുപേരുടെയും സ്നേഹം മാറണമെങ്കിൽ അവര് മരിക്കണം. ലേഖയ്ക്ക് കിട്ടിയ ജീവിതം ഒരു ബോണസ് ആണെന്ന് കരുതിയാൽ മതി. അരുന്ധതിയുടെ ജീവിതം നഷ്ടപ്പെട്ടതിന്റെ ബാക്കി വെറുതെ മറ്റുള്ളവരുടെ മേൽ കുതിര കയറി അത് പാഴാക്കണ്ട. പിന്നെ ലേഖ എത്ര ശ്രമിച്ചാലും ജയന്റെ മനസ്സിൽ നിന്ന് അരുന്ധതി പോവില്ല. തിരിച്ചും അങ്ങനെ തന്നെയാണ്. വെക്കട്ടെ. ഇതിൽ മസാല ദോശയും പച്ചമാങ്ങയും എല്ലാം ഉണ്ട്. ഏത് വേണമെങ്കിലും കഴിക്കാം. എന്തിനാ കുഞ്ഞമ്മ അവള് ദേഷ്യപ്പെട്ടു പോയത്? നീ എന്തിനാ പിന്നെ അവളെ കാണാൻ പോയത്? ആ അരുന്ധതിയെ ദേ, അവൾ ആരോടോ ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. അങ്ങനാ ഞാൻ കാര്യം അറിഞ്ഞത്. മോനെ, ഭാര്യ ഗർഭിണിയായിരിക്കുമ്പോൾ ഭർത്താവ് ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ നന്മയ്ക്കും സ്വഭാവമഹിമയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്നാ ശാസ്ത്രം. ഈ സമയത്ത് അവളുടെ മനസ്സ് വിഷമിപ്പിച്ചത് ശരിയായില്ല. താനെന്താ എന്നോട് പിണങ്ങിയിട്ടാണോ? തനിക്ക് വേണ്ടിയില്ലേ ഞാൻ അതൊക്കെ വാങ്ങിയത്? നേരിൽ കണ്ടപ്പോ കൊടുക്കാമായിരുന്നില്ലേ? ആർക്ക്? ഇവിടെ നിറങ്ങിപ്പോയിട്ട് ജേട്ടൻ ആരെയാ കണ്ടത്? മറക്കണ്ട, എനിക്കറിയാം. എന്തിനാ അവള് വന്നേ? ലേഖ, അത് ഞാൻ പറയാം. കാര്യങ്ങൾ വിശദമായിട്ട് പറയാനുണ്ട്. ഓ, വിശദമായിട്ട് പറയാനും മാത്രം വിശേഷം അവൾ പറഞ്ഞു? ലേഖ, നീ തെറ്റിദ്ധരിക്കരുത്. എന്റെ ധാരണ അവിടെ നിൽക്കട്ടെ. അവൾ എന്തിനാ വന്നത്? ഇടയ്ക്കിടയ്ക്ക് മക്കളെ കാണാനാണെന്നും പറഞ്ഞ് ശങ്കരാലയത്തിലേക്ക് വരാനുള്ള അനുവാദം ചോദിക്കാനാണോ? എന്നിട്ട് അനുവാദം കൊടുത്തോ? ലേഖ, ആദ്യം എന്നെ കാണാൻ വന്നു എന്നുള്ളത് നേരാ. പക്ഷെ അത് നീ കരുതുന്ന പോലെ പഴയ സൗഹൃദം പുതുക്കാനല്ല. പിന്നെ ഒരപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് തരാനാ. എന്ത് അപകടം? അവൾ എന്ന വലിയ അപകടം ജീവിതത്തിൽ നിന്നേ ഒഴിഞ്ഞു പോയില്ലേ? ഇനി വേറെ എന്ത് അപകടം വരാനാ? ലേഖേ, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. ഞാൻ നൗഫലിനെ കൊല്ലുന്നത് കണ്ടുവന്ന് ഒരാൾ കോടതിക്ക് മുന്നിൽ മൊഴി കൊടുക്കാൻ പോകുന്നു. ആരാ അങ്ങനെ മൊഴി കൊടുക്കാൻ പോകുന്ന? വിജയൻ. സംസാരിക്കാൻ കഴിയാത്ത ഈ അവസ്ഥയിലാവുന്നതിന് മുൻപ് ആദ്യോട് വിജയൻ പറഞ്ഞതായത്. ജയേട്ടനെതിരെ വിജയൻ എന്ത് മൊഴിയാ കൊടുക്കുന്നത്? ഞാൻ നൗഫലിനെ കൊല്ലുന്നത് കണ്ടുവന്നാ അവൻ മൊഴി കൊടുക്കാൻ പോകുന്നു. അങ്ങനെ അവൻ സാക്ഷി പറഞ്ഞാ ഞാൻ ജയിലിൽ പോകേണ്ടി വരില്ലേ? കള്ളം, പച്ച കള്ളം. വിജയൻ അവരോട് നേരിട്ട് ചെന്നിട്ട് പറയൂന്ന് ഞാൻ വിശ്വസിക്കണം? ഇതവളുടെ പുതിയ അടവാ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് ജയേട്ടന്റെ പിന്നാലെ കൂടാനുള്ള ബുദ്ധിയായത്. ഇതെല്ലാം ചെയ്തു കൂട്ടി വിജയനെ ഇങ്ങനെ ആക്കിയത് അവളായിരിക്കും. ജയേട്ടനെതിരെ സാക്ഷി പറയാതിരിക്കാനാണോ അവള് വിജയനെ ഇങ്ങനെ ആക്കിയത്? എന്താ അവൾ അത് പറഞ്ഞില്ലേ ജയേട്ടനോട്? എനിക്ക് ഉറപ്പാ അവള് തന്നെ വിജയൻ ഇങ്ങനെ ആക്കിയത്. ലേഖൻ, നമുക്ക് ഈ വിഷയം വിടാം. തന്നോട് പറയാതെ ആദ്യം കാണാൻ ഞാൻ പോയത് ശരിയായില്ല. അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അതിന്റെ പേരിൽ നല്ലൊരു ദിവസം ഇല്ലാതാക്കരുത്. ഞാൻ ജയേട്ടനെ കുറ്റം പറഞ്ഞതല്ല. എന്റെ വിഷമം ഞാൻ ജയേട്ടനോടല്ലാതെ മറ്റാരോട് പറയും? ഇത്തവണ ഞാൻ ക്ഷമിച്ചു. പക്ഷെ ഇനി ഇതുപോലെ പിന്നാലെ ഉപദേശിക്കാൻ വരരുതെന്ന് അവളോട് ജയേട്ടൻ തന്നെ നേരിട്ട് പറയണം.
വേണമെങ്കിൽ വേണ്ട, ഞാൻ തന്നെ സംസാരിച്ചോളാം. ഹലോ ലേഖ. അതെ, എന്റെ ഭർത്താവിനെ രക്ഷിക്കാൻ എനിക്കറിയാം. ഇനിയും എന്റെ ഭർത്താവിന്റെ പിന്നാലെ നടക്കാൻ വേണ്ടി തെളിവുകളും സാക്ഷികളുമായി അലഞ്ഞു നടക്കരുത്. മനസ്സിലായോ? ലേഖ, അറിഞ്ഞ കാര്യം ഞാൻ ജയേട്ടനോട് പറഞ്ഞേ ഉള്ളൂ. അതിന് ഇത്രമാത്രം ലേഖ പൊട്ടിത്തെറിക്കേണ്ട കാര്യമൊന്നുമില്ല. വിജയനെ ഈ പരുവത്തിലാക്കിയതിൽ നിനക്കുള്ള പങ്ക് എനിക്കറിയാം. അത് ന്യായീകരിക്കാൻ വേണ്ടി ഇനി മേലിൽ ജയേട്ടനെ കാണാൻ നീ ശ്രമിക്കരുത്. മനസ്സിലായോ? ഇപ്പൊ തന്നെ ദേഷ്യം മാറിയോ? എന്നാ പിന്നെ ആ മസാല ദോശയും മാങ്ങയും കഴിക്കുന്നതിൽ വിരോധമുണ്ടോ? എന്നാ വാടോ. ഓടുമ്പോ രാജാവ്, വീഴുമ്പം വെറും ശവത്തിന് തുല്യം. ഇതാടാ വിജയ ലോകം. നീ വല്ലതും കേൾക്കുന്നുണ്ടോ? എവിടെ? അമ്മാവാ. ആ മോനോ? ഞാൻ ഡോക്ടറെ കണ്ടിട്ട് അമ്മാവ വരുന്നത്. ഡോക്ടർ എന്തു പറഞ്ഞു മോനെ? തിരിച്ചു പഴയ ജീവിതത്തിലേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് ഡോക്ടറും പറഞ്ഞത്. കഷ്ടം. അനുഭവിക്കുക തന്നെ, അല്ലാതെ എന്ത് ചെയ്യാൻ? അമ്മാവ, ഞാൻ പറയുന്നത് കൊണ്ട് അമ്മാവിന് വേറൊന്നും തോന്നരുത്. എന്താ മോനെ? വിജയന് ഈ അപകടം വെറുതെ ഉണ്ടായതല്ല. പിന്നെ മോനെ എന്താ പറഞ്ഞു വരുന്നത്? അമ്മാവ, അരുന്ധതിക്ക് വിജയനോട് വല്ലാത്ത പകയുണ്ട്. എല്ലാം മതിയേക്കാൻ ഞാൻ അയാളോട് പറഞ്ഞതാ, പക്ഷേ കേൾക്കുന്നില്ല. അതിന് കാരണം മറ്റൊന്നാ. ഞാനീ പറയുന്നത് അമ്മാവ രഹസ്യമായി സൂക്ഷിക്കണം. കാരണം അരുന്ധതിയെ രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമത്തിലാണ് ഞാൻ. അവക്ക് എന്തു പറ്റി മോനെ? ജീവിതത്തിൽ അനുഭവിച്ച ദുരന്തവും ജയകൃഷ്ണനെയും മക്കളെയും നഷ്ടപ്പെട്ടതും എല്ലാം കൂടി അരുന്ധതിയെ ഒരു മാനസിക വിഭ്രാന്തിക്ക് അടിപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയിലാക്കി. ഏതു നിമിഷവും മനസ്സ് കൈവിട്ടു പോകും. ഇങ്ങനെ ഒരു രോഗം തനിക്കുണ്ടെന്ന് അവൾക്ക് അറിയില്ല മോനെ. ഈ രോഗത്തിന്റെ ഒരു പ്രത്യേകതയും അത് തന്നെ അമ്മവ. അവൾക്ക് മാത്രമല്ല, അവളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്ക് പോലും ഇതറിയാൻ സാധിക്കില്ല. പറഞ്ഞാൽ ആരും വിശ്വസിക്കുകയില്ല. അവള് തന്നെയാണ് വിജയന്റെ ഈ അവസ്ഥയ്ക്കും കാരണം. അവളോ? അതേ അമ്മവ. മെറ്റിൽഡയുടെ ഇളയപ്പനെ ഉപയോഗിച്ച് വിജയനെ പിടിച്ചുകൊണ്ടുപോയതും ഈ രൂപത്തിലാക്കിയതും എല്ലാം അവള് തന്നെ. ഇനിയിപ്പോ എന്ത് ചെയ്യും മോനെ? എനിക്ക് അവളെ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. എങ്ങനെയും എനിക്ക് അവളെ രക്ഷിച്ചേ പറ്റൂ. അവൾ അറിയാതെ വേണം അവളെ ട്രീറ്റ് ചെയ്യാൻ. മോനെ, ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചവളാ. എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കണം. അവളൊരു മാനസിക രോഗിയാണെന്ന് മറ്റുള്ളവർ അറിഞ്ഞാലുള്ള അവസ്ഥ എന്താകും? അരുന്ധതി ആത്മഹത്യ ചെയ്യും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അമ്മാവൻ രഹസ്യമാക്കി തന്നെ വയ്ക്കണം. അരുന്ധതി ചികിത്സിക്കാൻ എനിക്ക് അമ്മാവന്റെ സഹായവും വേണ്ടിവരും. മോനെ, എനിക്ക് എന്റെ സ്വന്തം മോള് തന്നെ അരുന്ധതി. അവളെ രക്ഷിക്കാൻ ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യാം. ഈ മരുന്ന് വാങ്ങണം. ബുദ്ധിമുട്ടില്ലെങ്കിൽ കുറച്ചു നേരം മോൻ ഇവിടെ ഇരിക്കുക. ഞാനിത് വാങ്ങിയിട്ട് വരാം. അതിനെന്താ, അമ്മാവൻ പോയിട്ട് വാ. ഓ. വിജയ, നീ എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ആ കടപ്പാടും സ്നേഹവും എനിക്ക് എന്നും നിന്നോടുണ്ടായിരിക്കും. പക്ഷേ തൽക്കാലം എനിക്ക് വേറെ വഴിയില്ല വിജയ. നീ എന്നോട് ക്ഷമിക്കണം. ക്ഷമിക്കണമെന്നല്ല, ക്ഷമിച്ചേ പറ്റൂ. കാരണം ഈ കളിയിൽ എനിക്ക് തോൽക്കാൻ പറ്റില്ല വിജയ.
അമ്മ എന്തിനാ അതിനകത്തോട്ട് പോയത്? അതെന്താ ഞാൻ പോയാലുള്ള കുഴപ്പം? ഇത് ഈ വീടിന്റെ ഭാഗം തന്നെയല്ലേ? അതല്ലമ്മ, അവിടെയൊക്കെ ഇഴജന്തുക്കളുള്ളതാണ്. അതൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് ഇത്രയും നാളായി. ഇവിടെ എന്താണെന്ന് എനിക്കൊന്നും അറിയണമല്ലോ. സാർ അറിഞ്ഞാ എന്നെ കൊല്ലും. അറിഞ്ഞാലല്ലേ? അറിയണ്ട. മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായി. അമ്മേ, അയാൾ എന്തിനാ അമ്മയെ വഴക്ക് പറഞ്ഞത്? ആര് ആര് വഴക്ക് പറഞ്ഞു? ഞാൻ കണ്ടല്ലോ അമ്മയോട് മരുത് വഴക്കിടുന്നത്. ഓ അതോ? അത് വഴക്കിട്ടതല്ല. പിന്നെ എന്തായാലും അയാൾ അമ്മയോട് സ്നേഹത്തോടെയോ ബഹുമാനത്തോടെയോ സംസാരിക്കുന്നത് പോലെ അല്ല എനിക്ക് തോന്നിയത്. അയാൾ ഈ വീട്ടിലെ ജോലിക്കാരനല്ലേ, അല്ലാതെ നമ്മുടെ ബന്ധുവൊന്നും അല്ലല്ലോ. അമ്മയെ അതിനകത്ത് കയറാൻ സമ്മതിക്കാതെ വഴക്ക് പറയുന്നത് ഞാൻ ടെറസിൽ നിന്ന് കണ്ടു. അമ്മ എന്താ ഒളിച്ചു വെക്കുന്നത്? എന്റെ മോളെ, നീ എന്തിനാ എല്ലാം ഇങ്ങനെ സംശയത്തോടെ കാണുന്നേ? അവിടെ നിറയെ പാമ്പുകളുടെ ശല്യമുണ്ട്. കഴിഞ്ഞ ദിവസം അവിടെ വച്ച് അവനൊരു പാമ്പിനെ തല്ലി കൊല്ലുകയും ചെയ്തു. അതുകൊണ്ടാ അങ്ങോട്ട് കയറണ്ടെന്നും പറഞ്ഞ് അവൻ എന്നെ തടഞ്ഞത്. അയ്യോ, അല്ലാതെ വഴക്കിട്ടൊന്നും അല്ല. പിന്നെ മരുതിന്റെ രൂപവും സംസാരവും ഒക്കെ കാണുമ്പോൾ ആർക്കും അവൻ വഴക്ക് പറയുകയാണെന്നേ തോന്നും. സത്യമാണല്ലോ അല്ലേ? പിന്നെ അല്ലാതെ. നിനക്കെന്താ ഇനിയും സംശയമുണ്ടോ? ഉണ്ട്, എനിക്ക് സംശയമുണ്ട്. എന്ത് സംശയം? എമിലിയെ കുറിച്ചുള്ള രഹസ്യങ്ങൾ ഒളിച്ചു വെച്ചിരിക്കുന്ന ശവക്കോട്ടയാണോ ആ ഔട്ട് ഹൗസ് എന്ന എന്റെ സംശയം. പറയാമേ, മരുത് ഈ വീട്ടിലെ വെറും ജോലിക്കാരനാണോ അതോ എമിലിയുടെ രഹസ്യങ്ങളുടെ കാവൽക്കാരനോ? മോളാകെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഇവിടെ ആരുടെ ഒരു രഹസ്യം ഉള്ളതായിട്ട് എനിക്കറിയത്തില്ല. എന്നാ പിന്നെ ഞാൻ അമ്മയോട് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. അമ്മ ഈ വീട്ടിൽ താമസത്തിന് വന്നിട്ട് എത്ര നാളായി? ഇപ്പോ 1 കൊല്ലം കഴിഞ്ഞു. അമ്മ ഈ വീടിന്റെ പരിസരം മുഴുവൻ വിശദമായി കണ്ടിട്ടുണ്ടോ? ഉണ്ടല്ലോ. എന്താ മോളെ? ഇല്ലാന്ന് ഞാൻ പറയും. ഈ വീടിന്റെ പല സ്ഥലത്തും പോകാൻ അമ്മയ്ക്ക് അവകാശമില്ല. അമ്മയെ ആരോ നിയന്ത്രിക്കുന്നുണ്ട്. 8 മണിയാവുമ്പം അമ്മ മുറിയിൽ കയറി കഥ കടച്ചുറങ്ങുന്നു. ആരെയോ ഭയപ്പെട്ട് ചെയ്യുന്ന പ്രവൃത്തി പോലെ എനിക്ക് തോന്നുന്നു. അത് മോള് പറഞ്ഞത് ശരിയാ. എനിക്കവനെ സത്യത്തിൽ പേടിയാ മോളെ. 8 മണിക്ക് മുമ്പ് ആഹാരം കഴിച്ച് മുറിയിൽ കയറി ഉറങ്ങിക്കോണമെന്ന അവന്റെ ഉത്തരവ്. ഇല്ലെങ്കിലോ? അവൻ ആകെ ബഹളം വെച്ച് കൈ കിട്ടുന്നതൊക്കെ വാരി വലിച്ചെറിയും. അലറി വിളിച്ച് നാട്ടുകാരെ മുഴുവൻ അറിയിക്കും. അത് പേടിച്ചിട്ടാ മോളെ ഞാൻ നേരത്തെ കയറി വാതിലടയ്ക്കുന്നത്. അപ്പൊ നീ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? ഉണ്ട്. ഈ വീട്ടിലെ ഓരോ കാര്യവും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പൊ അമ്മ ഈ പറഞ്ഞ പേടിയുടെ കഥ പോലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മോളെ, നീ എന്നെ സംശയിക്കുവാണോ? അമ്മേ, ഞാൻ ഈ വീട്ടിൽ മുൻപ് വന്നിട്ടില്ല, ഇവിടെ കണ്ടിട്ടില്ല. പക്ഷേ വലതുകാല് വെച്ച് ഈ വീട്ടിൽ കയറിയ ദിവസം മുതൽ ഇവിടെ സംഭവിച്ച ഓരോ കാര്യങ്ങളും എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. ആ അന്വേഷണമാണ് ഞാൻ ഇപ്പോഴും നടത്തുന്നത്. അമ്മയ്ക്കൊന്നും അറിയില്ല മോളെ. ആരുടെ ഒരു രഹസ്യവും അമ്മ ഒളിച്ചു വെച്ചിട്ടുമില്ല. ആ കാര്യത്തിൽ മോക്ക് എന്നെ വിശ്വസിക്കാം.
അമ്മ അമ്മ എന്തു പറ്റി അമ്മ? എന്തു പറ്റി? ഒന്ന് വീണത്. അമ്മ ഓടി വാ അമ്മ. എന്തിനാ അമ്മ ഇവിടെയൊക്കെ ഇറങ്ങി നടക്കുന്നേ? ഇവിടെ പാമ്പും ചേരയൊക്കെ എഴഞ്ഞു നടക്കുന്ന സ്ഥലമല്ലേ? കാലിന് എന്ത് പറ്റി അമ്മ? മുറിവെല്ലാം പറ്റിയോ? ഇല്ല, ചെറിയ വേദന ഉണ്ടെന്നേ ഉള്ളൂ. അമ്മ എഴുന്നേക്ക്, എഴുന്നേക്ക്. പതിയെ 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 സൂക്ഷിച്ചു. അയ്യോ മോളെ, എന്ത് പറ്റി മോളെ? കാലിന് എന്താ പറ്റിയത്? അമ്മ സ്റ്റെപ്പിൽ നിന്ന് വീണതാ. എന്താ മോളെ സംഭവിച്ചത്? സ്റ്റെപ്പിൽ നിന്ന് തെന്നി വീണതാ. മോൾ എന്തിനാ ഇവിടേക്കൊക്കെ വന്നത്? വിഷജന്തുക്കളൊക്കെ ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. മോള് വാ, ഞാൻ പിടിക്കാം. വാ, പതുക്കെ നടന്നോ? പതുക്കെ പതുക്കെ. കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കണം. കാലിന് ചെറിയൊരു നോവ് പറ്റിയിട്ടുണ്ട്. ഭാഗ്യത്തിന് ഫ്രാക്ചർ ഒന്നുമില്ല. വേദന കൂടുതലാണെങ്കിൽ ഒന്ന് ഹോസ്പിറ്റലിൽ വരെ വന്നാൽ മതി. നമുക്കൊരു എക്സ്റേ എടുത്ത് നോക്കാം. എന്നാ വരട്ടെ. ശരി. മോക്ക് അവിടെ പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? എന്താ മോളെ, എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? അമ്മേ, അവിടെ ആരോ ഉണ്ട്. എവിടെ? ആ ഔട്ട് ഹൗസിന് മുകളില്. അതീ മരുതല്ലേ? ഇവൻ അവിടെ അല്ലേ കിടക്കുന്നത്? മരുതല്ല, വേറെ ആരോ ഉണ്ട്. ഞാൻ കാല് തെറ്റി വീണതല്ലമ്മേ. പിന്നെ പിന്നെ എങ്ങനെ മോള് വീണത്? ആരോ എന്നെ പിന്നീന്ന് തള്ളിയിട്ടതാ. തള്ളിയിട്ടതോ? ആര്? അതറിയില്ല. പക്ഷേ ആ ഔട്ട് ഹൗസിന് മുകളിൽ ആരും ഉണ്ടെന്നുള്ളത് ഉറപ്പാ. മരുതേ, വാ ഇവിടെ. മരുതേ, സത്യം പറയണം. നീ അല്ലാതെ വേറെ ആരാ അവിടെ മുകളിലുള്ളത്? അയ്യോ, ആരുമില്ല അമ്മ, ആരുമില്ല. ഞാൻ മാത്രമേ ഉള്ളൂ. ദേ, കള്ളം പറഞ്ഞാലുണ്ടല്ലോ നിന്റെ ഇവിടുത്തെ ജോലി ഞാൻ അവസാനിപ്പിക്കും. ആരാടെ ഇവളെ മോളിൽ തള്ളിയിട്ടത്? അമ്മ തള്ളിയിട്ടെന്ന് കുഞ്ഞിന് വെറുതെ തോന്നിയതാ. അവിടെ അങ്ങനെ വേറെ പല കുഴപ്പങ്ങളും ഉണ്ടമ്മ. അതാ നിങ്ങളോട് അങ്ങോട്ട് പോകണ്ടാന്ന് ഞാൻ പറഞ്ഞത്. അവിടെ വേറെ എന്ത് കുഴപ്പമുള്ളത്? അമ്മ, ഇതുപോലെ പലതും നമുക്ക് തോന്നും. ചിലപ്പോ ബെല്ലടി നോക്കുമ്പോ ആരെയും കാണൂല. ആരോ വിളിക്കുന്ന ശബ്ദം കേൾക്കും, ആളെ കാണൂല. ഫാൻ തനിയെ കറങ്ങും. ചില രാത്രികളിൽ പാറക്കുഴിയിലെ വെള്ളത്തിൽ നിന്ന് വലിയ ശബ്ദം കേൾക്കും. മരുതെന്താ പ്രേതകഥ പറഞ്ഞ് ഞങ്ങളെ ഭയപ്പെടുത്തുവാണോ? ആരാ ഇങ്ങനെ പറയാൻ മരുതിനെ ഏൽപ്പിച്ചത്? ഞാൻ സത്യം പറഞ്ഞതാണമ്മേ, അവിടെയെങ്ങും ആരുമില്ല. പക്ഷേ ഏതോ ഒരു ആത്മാവിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. പിന്നെ ആത്മാവിന് മനുഷ്യരെ തള്ളിയിടുന്നതല്ലേ ജോലി. ഇത് താനും കൂടി അറിഞ്ഞുകൊണ്ടുള്ള കളിയാ. തനിക്കറിയാം ആരാ അവിടെ ഉള്ളതെന്ന്. തന്നെ ഞാൻ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും, പറഞ്ഞേക്കാം. എന്തിനാ ഈ പാവത്തിന് ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത്? തെറ്റ് ചെയ്തത് താനല്ലേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? പറഞ്ഞ വാക്ക് പാലിക്കാത്തത് ആദ്യത്തെ തെറ്റ്. കാണുന്നതിന്റെയൊക്കെ പിന്നാലെ സംശയത്തിന്റെ കണ്ണുകളുമായി അലഞ്ഞു നടന്നത് രണ്ടാമത്തെ തെറ്റ്. പിന്നെ ഇതുവരെ താൻ ചെയ്തതിന്റെ ഒന്നും കണക്കു പറയാനും കൂട്ടിക്കിഴിക്കാനും ഞാൻ ശ്രമിക്കുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഇനിയും ഇത് തുടരാനാണ് ശ്രമമെങ്കിൽ അപകടങ്ങൾ ഇതുപോലെ ഇനിയും വരും. എന്നുവെച്ചാ എന്നെ കൊല്ലുമെന്നാണ്? ഞാനല്ല, അരൂപികളായ ആത്മാക്കൾ.